ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങളെ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും എൻ്റെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം വിശുദ്ധ ബൈബിളിൽ നിന്നും 62-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്ന് അവിടെ ദാവീദ് പറയുകയാണ്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കും. എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ദാവീദ് മൗനം പാലിക്കാൻ കാരണം? തൻ്റെ ജീവിതത്തിൽ പലവിധമാവുന്ന പ്രതികൂലങ്ങളും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധികളും ദാവീദിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. തൻ്റെ സങ്കടങ്ങളും തൻ്റെ വിഷമങ്ങളും ദാവീദ് ആരോടും പറഞ്ഞില്ല. ദൈവത്തോട് മാത്രമേ ദാവീദ് തൻ്റെ സങ്കടങ്ങളെ പറയുകയുള്ളൂ. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നമ്മുടെ ഓരോ വിഷമങ്ങളും നാം മറ്റുള്ളവർ പറയുമ്പോൾ, മറ്റുള്ള വ്യക്തികളോട് നാം ഓരോന്ന് പറയുമ്പോൾ, നാളെ അവർ നമ്മളോട് അല്പം ഒന്ന് പിണങ്ങുമ്പോൾ നമ്മെ കളിയാക്കുവാനും ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും തക്കവണ്ണമായിത്തീരും. സഹോദരങ്ങളെ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ഒരു കാര്യങ്ങളും നാം ആരോടും പറയരുത്. നമ്മുടെ പേഴ്സണലായിരിക്കുന്ന ഒരു കാര്യങ്ങളും നാം ആരോടും പറയരുത്. നമ്മുടെ ഓരോ വിഷയങ്ങളും നാം നമ്മുടെ പിതാവായ ദൈവത്തോട്, നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായം മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുകയാണ്. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ രഹസ്യത്തിൽ നമ്മുടെ മുറിക്കകത്ത് കയറിയിട്ട് നാം ദൈവത്തോട് മുട്ടുകുത്തി നിന്ന് നമ്മുടെ ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങളെ പറയണം. രഹസ്യത്തിൽ കേൾക്കുന്നൊരു പിതാവ് നമ്മോട് കൂടെ ഉണ്ട്. രഹസ്യത്തിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നാം ഏറി വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരനോടോ നമ്മുടെ കൂട്ടുകാരിയോടോ നാം നമ്മുടെ സങ്കടങ്ങളെല്ലാം അങ്ങ് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പം നമ്മോടൊന്ന് പിണങ്ങുമ്പോൾ നാം പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മെ കളിയാക്കുവാനും നമ്മെ പരിഹസിക്കുവാനും തക്കവണ്ണമായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ഒരു കാര്യങ്ങൾ ആരോടും പറയാതെ വണ്ണം ദൈവത്തോട് മാത്രം നീ പറഞ്ഞിട്ട് ദൈവത്തിന് മുമ്പിൽ നീ മൗനം പാലിച്ചാൽ. എന്തുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മൗനം പാലിക്കാൻ കാരണം? 39-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. അവിടെ പറയുന്ന പോലെ ദാവീദ് ഒരു ഊമനായിട്ട് അഭിനയിച്ചു. താൻ വായ തുറക്കാതെ മിണ്ടാതിരുന്നു. പലപ്പോഴും നാം മറ്റുള്ളവരുടെ മുമ്പിൽ, ചില വ്യക്തിയുടെ മുമ്പിൽ നാം മിണ്ടാതിരിക്കാൻ തക്കവണ്ണം ഇടയാവണം. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും മോശമായ വാക്കുകൾ ഇങ്ങോട്ട് കേൾക്കാം. നമ്മെ പല മോശമായ വാക്കുകൾ പറഞ്ഞേക്കാം. നാം അതൊന്നും ചെവി കൊടുക്കാതെ വണ്ണം, മനുഷ്യൻ എന്തും പറയും, അവൻ എന്തും പറഞ്ഞ് നമ്മെ പരിഹസിക്കുന്നതൊക്കെ നാം അതൊന്നും കേൾക്കാതെ വണ്ണം നാം മിണ്ടാതിരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു: നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു. ഒരു സങ്കടം കഴിയുമ്പോൾ വീണ്ടും അടുത്ത സങ്കടം, വീണ്ടും തൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളെ ഇങ്ങനെ അനവധി സങ്കടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആരോടും മിണ്ടാൻ കഴിയാതെ, ആരോടും സംസാരിക്കാൻ കഴിയാതെ താൻ മൗനം പാലിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ സഹോദരങ്ങളെ? പലപ്പോഴും പ്രതികൂലങ്ങൾ അനവധി കൂടി വരുമ്പോൾ ആരോടും മിണ്ടാതെ ഒന്നീ റൂമിനകത്ത് അടച്ചിരിക്കുക, അല്ലെങ്കിൽ ആരോടും മിണ്ടാതെ മൗനം പാലിക്കുക. അതുതന്നെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷെ ദാവീദ് പറയുകയാണ്, എൻ്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ താഴോട്ട് എൻ്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് അവിടെ കാണിക്കുന്നു. അവിടെ വായിക്കുന്നു, എൻ്റെ രക്ഷ അവനിൽ നിന്ന് വരുന്നു, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷകനും ആകുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. ആരിൽ ആശ്രയിക്കാതെ വരണം. ഈ ലോകത്ത് ആരെയും ആശ്രയിച്ചില്ലെങ്കിലും നാം ദൈവത്തെ ആശ്രയം വച്ചാൽ നമ്മുടെ നന്മയുടെ വഴികളെ ദൈവം തുറക്കുക തന്നെ ചെയ്യും. ആരോടും പോയി കൈനീട്ടേണ്ട ആവശ്യം വരില്ല. നമ്മുടെ ജീവിതത്തിൽ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ആരോടും പറയേണ്ട ആവശ്യം വരില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇന്ന് നമ്മെ പരിഹസിക്കുകയും
ഇന്ന് നമ്മെ ആക്ഷേപിക്കുകയും ചെയ്യുന്നവർ നാളെ അവിടെ മുമ്പിൽ വെച്ച് തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന് ഒരു സ്വഭാവമുണ്ട്, അത് എൻ്റെ അനുഭവത്തിൽ കൂടി എനിക്ക് മനസ്സിലായതാണ്. നമ്മുടെ മുഖത്ത് നോക്കി നീ നശിച്ചു പോകും, നീ മുടിഞ്ഞു പോകും, നീ ഇല്ലാതായി പോകും എന്ന് പറയുന്നവരുടെ മുമ്പിൽ വച്ച് തന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സ്വഭാവമാണത്. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. നീ ഒരു മോശമാണ്, നീ ഒരു ഒന്നുമല്ലാത്തവനാണ്, നീ ശൂന്യമാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ വച്ച് തന്നെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ കേൾക്കും നിങ്ങൾ എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്കറിയില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. അതുകൊണ്ട് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങളെ വേണ്ടാന്ന് വെച്ച് തള്ളിക്കളഞ്ഞവർ നിങ്ങളെ അന്വേഷിച്ച് വരും. കർത്താവിൻ്റെ വചനം പറഞ്ഞു, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആർക്കും വേണ്ടാതിരുന്ന ആ ഒരു കല്ല്, ആ കല്ലാണ് വീടിൻ്റെ അടിസ്ഥാനമായി മൂലക്കല്ലായിട്ട് തിരഞ്ഞെടുപ്പാൻ തക്കവണ്ണം ഇടയായത്. അതുപോലെ നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളയുന്നവർ നാളെ നിന്നെ അന്വേഷിച്ച് വരും നിൻ്റെ സഹായത്തിനായി. അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ, എന്ത് കർത്താവേ എനിക്ക് പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊന്നും പറയാതെ ദൈവസന്നിധിയിൽ മൗനം പാലിച്ചു, ദൈവസന്നിധിയിൽ മിണ്ടാതിരുന്ന്, ദൈവത്തിൻ്റെ വചനം വീണ്ടും ഞാൻ പറയുകയാണ്, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അത് ആർക്കും തടുത്തു വയ്ക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കയില്ല എന്ന് വെച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അത് ആർക്കും തടുത്തു വയ്ക്കാൻ കഴിയുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നിന്നെ ആരൊക്കെ എന്ത് വേണോ പറഞ്ഞോട്ടെ, എന്തൊക്കെ ആക്ഷേപിച്ചോട്ടെ, പരിഹസിച്ചോട്ടെ, നിന്ദിച്ചോട്ടെ, അതൊന്നും നീ കാര്യമാക്കണ്ട. നിൻ്റെ വഴി നീ മുന്നോട്ട് ഓടുക, നിൻ്റെ ട്രാക്കിലേക്ക് നീ ഓടുക, നിൻ്റെ ജീവിതത്തിലേക്ക് നീ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ ഇവിടെ നോക്കിയാൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നാം ട്രാക്കിലേക്ക് നേരെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെ നോക്കിയാൽ നമ്മുടെ ലക്ഷ്യം തെറ്റി നാം വീഴുവാൻ തക്കൂടെ തീരും. അവരെങ്ങനെയാണ് ഇവരെങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കണ്ട. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടിയാൽ ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഓരോ ദിനങ്ങളും നമ്മുടെ കുറവശങ്ങളും നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.